ഇഷ്ടമായിരിക്കും. ഞങ്ങളുടെ ഡൂക്ക് 500 രൂപയൊക്കെ പൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെ അല്ലേ? അത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പൊളിപ്പനാക്കിയിട്ടുണ്ട്. പൊളി സാധനമാണ്. ഇപ്പൊ അത് ഞാൻ കാണിക്കത്തില്ല, ഞങ്ങൾ കാണിക്കാം. ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിപ്പനാക്കിയിട്ടുണ്ട്. 500 രൂപയ്ക്ക് പ്രത്യേകത. നമ്മുടെ ഡൂക്ക് ശരിയാക്കി എങ്ങനോ. ഞങ്ങള് ഗ്രിപ്പിന് മാത്രം 60 രൂപയും പിന്നെ 2 ടയറിന് 100 രൂപ അല്ല 500 രൂപയായി. 560 രൂപയായി. അങ്ങനെ ഫുള്ള് നമ്മുടെ ഇപ്പൊ ഡൂക്കിന് നമ്മൾ എന്താന്ന് വെച്ചാൽ പേരിട്ടു പുതിയ നമ്മുടെ കിഡ്ഡീസ് സ്കൂപ്പ് എന്നാക്കി. പുതിയ കിഡ്ഡീസ് സ്കൂപ്പ് സൈക്കിൾ എന്നാക്കി, കിഡ്ഡീസ് സ്കൂപ്പ് ബൈക്ക് എന്നാക്കി. പക്ഷെ കിഡ്ഡീസ് സ്കൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റിക്കർ. അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിലത്തെ സൈക്കിൾ ആയതുകൊണ്ട് ഇത് പൊട്ടിപ്പൊളി കിടക്കുമായിരുന്നു. കുഞ്ഞിലത്തെ സൈക്കിൾ ആയതുകൊണ്ട് ഞാൻ കളയാനൊരു മനസ്സ് വരുന്നില്ല. എന്റെ ഒരു 3 വയസ്സിലാണ് ഇത് മേടിച്ചത്. സൈഡിൽ മറ്റേ ഇതൊക്കെ ഉള്ളത്. പൊളി 1 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ ഇവൻ ജനിച്ചിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് അപ്പൊ ഈ പൊളിപ്പനാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഫ്രണ്ട്സ്? സൈക്കിൾ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടാവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന്റെ റിവ്യൂ ആണ് എടുക്കുന്നത് ഡൂക്കിന്റെ. അത് അറിയാൻ മറന്നുപോയി. കിഡ്ഡീസ് സ്കൂപ്പിന്റെ റിവ്യൂ ആണ് ഇന്ന് എടുക്കുന്നത് അല്ലേ? അതെ, റിവ്യൂ ആണ്. ഞങ്ങൾ ശരിയാക്കിയ റിവ്യൂ, അല്ലാത്ത റിവ്യൂ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ശരിയാക്കി ഇങ്ങനാണ് പൊളി സാധനമാണ്. നമുക്ക് ഇന്ന് കണ്ടാലോ? നമ്മുടെ സൈക്കിൾ കാണുമല്ലോ. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ടോ, നിങ്ങൾ പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ഇളക്കിയിട്ടില്ല അതൊന്നും. ഇനി ഇങ്ങോട്ട് വേണം. ഇഷ്ടപ്പെട്ടു. ഇടി ബേണോട്ടൊക്കെ അടിച്ചു. ഒറ്റ ചവിട്ട് കെട്ടി. ഓ തിരിച്ചു ഫ്രണ്ട്സ്, നമ്മളിവിടെ കിഡ്ഡീസ് സ്കൂപ്പ് എന്ന് പറഞ്ഞൊരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കളറെ തപ്പിട്ടാന്ന് പറയൂ ഈ സ്റ്റിക്കർ കണ്ടിട്ട് കാണും. ഇതൊക്കെ ഞങ്ങൾ കീറിയതാണോന്നല്ല, ഞങ്ങൾ കടയിൽ കണ്ട് പ്രിന്റ് ചെയ്തിപ്പിച്ചാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് ശരിയാക്കിയതാണ്. ഇവിടെ നമ്മൾ 2 എണ്ണം ചെയ്തു, പിന്നെ ഇവിടെ 2 എണ്ണം ചെയ്തു. അടിപൊളി സൈക്കിളായി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ സാൻഡ് പേപ്പറും കൊണ്ട് ബോഡിയൊക്കെ ഒരച്ച് 2 ദിവസം ഇട്ട് ഒരച്ച് പണിയാൻ വേണ്ടി ഒരു 4 ദിവസം 2 ദിവസം ഇട്ട് ഒരച്ച് എന്നിട്ട് ഞങ്ങള് 1 ദിവസം പെയിന്റ് അടിക്കാനും പിന്നെ ബാക്കി ഇതൊക്കെ 4ാമത്തെ ദിവസമാണ് ഇതൊക്കെ മേടിച്ച് ശരിയാക്കി. 4ാമത്തെ നമ്മള് ഡൂക്കിന്റെ കളറാക്കി. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് കളറ്, ഇനാമൽ ഗോൾഡ് ആണ് ഇത്. പിന്നെ ഇവിടെ നമ്മളൊരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റിലും ബ്ലാക്ക്, പിന്നെ ഇവിടെ ഇതിപ്പം ബ്ലാക്ക് ആയി. നമ്മുടെ ചെയിനൊക്കെ നമ്മൾ ഒരച്ച് പണങ്ങിട്ട് ഒരച്ച് നല്ല പൊളിപ്പനാക്കിയിട്ടുണ്ടായിരുന്നു. സുരുമൊക്കെ കളഞ്ഞത് ഞങ്ങൾ അടിക്കാന്നെ. സൗണ്ട് കേൾപ്പിക്കാം. ഇങ്ങോട്ടോ, അങ്ങോട്ട് വരാം. സൗണ്ട് കേൾപ്പിക്കാം. അതാണ് ഇപ്പോഴത്തെ സൗണ്ട്. ഇത് നിങ്ങളിങ്ങനെ ഞാൻ അങ്ങോട്ട് ഇരുന്നിട്ട് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. വേറെ സൗണ്ടുമായി. പിന്നെ ഇത് നമുക്ക് 2 പുതിയ ടയറാണ്. അത് മേടിക്കാൻ പറഞ്ഞു, അല്ല പറയാൻ പറഞ്ഞു. ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് കാറ്റൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഇത് ഒരിക്കലും പഞ്ചറാകത്തില്ല നമ്മുടെ ഈ ടയറ്. പിന്നെ നമ്മൾ ഡിസൈൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗ്രിപ്പിന് 60 രൂപയായി. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മള് പെഡലില് 2 എണ്ണത്തിനും ഇങ്ങോട്ടും അങ്ങോട്ടും ബ്ലാക്ക് അടിച്ചു. എനിക്കൊരു കാര്യം മറന്നുപോയാൽ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇവിടുത്തെ ഒരു സാധനം സംശയമുണ്ടോ? ഞങ്ങൾ അതൊക്കെ വെട്ടിപ്പൊളിച്ചാൻ കാട്ടിക്കളഞ്ഞു. ഒരു ലുക്കില്ല, ചതഞ്ഞിരിക്കുവായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഡിസൈൻ ഒക്കെ ഉണ്ട്. ചതഞ്ഞടങ്ങുന്ന ഞങ്ങള് ചാടി വെച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു റൈസ് പോലത്തെ അതാണ്. പിന്നെ ഇവിടെ ആ റൈസ് പോലത്തെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ ഇന്ത്യയുടെ ചിഹ്നം ഒട്ടിക്കായിരുന്നു. ഇന്ത്യയുടെ മറ്റേ ഇതൊക്കെ ഒട്ടിക്കായിരുന്നു, പക്ഷെ ഒട്ടിച്ചില്ല. ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ റൈസ്. ഫ്രണ്ട്സ്, എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ 5 വർഷം പഴകിയ സൈക്കിളാണ്. നമ്മളിത് പൊളിപ്പനാക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലേ? അതെ, 10 വട്ടം ഇത് അതിജീവനാണ് ഈ സൈക്കിൾ. ഇത് പിന്നെ
11ാമത്തെ തൊട്ടാണ് ശരിയാക്കണം ഇപ്പൊ അവൾ. 10 തൊട്ട് ഇത് കേടായി 11ാമത്തെ തൊട്ട് നമ്മൾ ശരിയാക്കുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് നല്ലൊരു സുഖമുണ്ട്. എന്റെ സൈക്കിളായിരുന്നു. പിന്നെ എനിക്കിപ്പോ ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് കൊതി കാരണം ഞാൻ ചവിട്ടി. കൊതിയാ കൊതിയിലാക്കിയില്ല ഫ്രണ്ട്സ്. അതുകൊണ്ടൊരു കൊതി പോലെ സ്മൂത്തായിട്ട് പൊങ്ങിപ്പോവും. സ്മൂത്തായിട്ട് പോകും. ബ്രേക്കും കൂടെ ഉണ്ടാക്കിയ സ്പോൺ സ്റ്റോപ്പ് അടിക്കാൻ ഭംഗിയോ പേക്കെ ഇവനെ പഠിപ്പിക്കുന്നു. ഇങ്ങോട്ട് വാ. ഇനി ഞാനൊന്ന് ചോട്ടെ കടിക്കോട്ടെ. എന്താ ഫ്രണ്ട്സ് ഇത് പൊളിപ്പനാണ്. ഇത് പൊളിപ്പനാണ്. കണ്ടാ മനസ്സിലാവും. ഇത് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി